ഡെവിൾ എനർജിയാണ് ആദ്യത്തെ കാർഡായ ഫോർ ഓഫ് പെൻഡക്കിൾ. കുറച്ച് പൊസസീവാണ് ആ വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളെ ഭയങ്കരമായി കൺട്രോൾ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. ഇനി ജീവനിലേക്ക് ചേർത്ത് ശ്വാസം മുട്ടിക്കുന്ന ഒരു സ്വഭാവം, പ്രണയം കൂടുതലായിട്ട് ശ്വാസം മുട്ടിക്കുന്ന സ്വഭാവം, ഡെവിൾ എനർജി എന്ന് ഞാൻ അതാണ് പറയാൻ കാരണം. സാധാരണ ഒരു സ്നേഹമല്ല, അസാധാരണ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് ഈ ഫോർ ഓഫ് പെൻഡക്കിൾ വരുന്നത്. മലയാളത്തിൽ ഇതിനെ പറയേണ്ട പേര് അസൂയ കലർന്ന പ്രണയം എന്നാണ്. അപ്പോൾ സാധാരണ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അസൂയ ഉണ്ടാവില്ലല്ലോ. ഇത് നിങ്ങളോട് അസൂയയാണ് ഈ വ്യക്തിക്ക്. നിങ്ങൾ ആരോട് സംസാരിച്ചാലും എങ്ങോട്ട് തിരിഞ്ഞാലും അസൂയ കൂടിയുണ്ട്, പേടി കൂടിയുണ്ട്, അമിതമായ കൺട്രോൾ ഇഷ്യൂ ഉണ്ട്, ജലസ് ഉണ്ട്, പൊസസീവാണ്, ഇങ്ങനെയൊക്കെയുള്ള ഈഗോ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ പ്രണയിക്കുന്നതെന്നാണ് ആദ്യത്തെ ഫോർ ഓഫ് പെൻഡക്കിൾ പറയുന്നത്. എന്നാൽ അതിൻ്റെ താഴെയാണ് ഫോർ ഓഫ് കപ്പ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് പറയുന്നത് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല, നിങ്ങൾ അവരെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോഴൊക്കെ വേദനകൾ ഉണ്ടാവുന്നുണ്ട്. കാരണം അവരുടെ ഈ അസാധാരണമായ സ്നേഹം ചിലപ്പോൾ ഒന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെ ചിന്തിക്കുമല്ലോ. എന്നാൽ അവരിൽ നിന്ന് മാറിപ്പോവാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളും അഡിക്ഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ അവരുടെ പോലെ കൊല്ലുന്ന സ്നേഹമായിട്ട് പുറകെ നടക്കാറില്ല. മാറിപ്പോയാൽ നിങ്ങൾ മാറിയിരുന്ന് കരയും എന്നല്ലാതെ അവരെ ശല്യം ചെയ്യുന്ന രീതി നിങ്ങൾക്കില്ല. അവരങ്ങനെയല്ല. നിങ്ങളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ വിളിയോട് വിളിയായിരിക്കും. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, എന്താ പറഞ്ഞില്ല, എന്താ ചോദിച്ചില്ല, ഇങ്ങനെ നിങ്ങൾക്കിടയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരുപാടാണല്ലോ. അത് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ. അങ്ങനെ ഒരുപാട് നിങ്ങളെ മുള്ളുമ്മിൽ നിർത്തുന്ന ഒരാളാണ്. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന സ്നേഹം എന്ന് തന്നെ പറയാൻ പറ്റൂ. അങ്ങനെ ഈ കൊല്ലുന്ന സ്നേഹത്തിൽ വലഞ്ഞിരിക്കുന്ന ആളാണ് ഫോർ ഓഫ് കപ്പിലുള്ളത്. കച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഇവരിയ്ക്കുന്നത്. മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങളൊന്നുമല്ല. ശത്രുക്കളുണ്ട്, വഞ്ചന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വഞ്ചന നടത്തുന്നത് വേണമെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഗോസിപ്പ് പറഞ്ഞു വരുത്തുക. നിങ്ങളുടെ ബന്ധം പറഞ്ഞു നടക്കാൻ ഇഷ്ടമുള്ള ചില ആൾക്കാരുണ്ടാവുക. അതൊക്കെ ഇപ്പോൾ ആൾക്കാരുടെ ഒരു ടൈം പാസ്സാണ്. വേറുള്ള ആൾക്കാരുടെ കാര്യം പറയുക. അവനവൻ അതിലും വലുതായിട്ടുള്ള പ്രശ്നങ്ങളിലായിരിക്കും. എങ്കിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അത് പറഞ്ഞു ചിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, അതിനു വേണ്ടിയാണ് ഈ ഫോർ ഓഫ് കപ്പൊക്കെ വരുന്നത്. ഇവിടെ ഫോർ ഓഫ് പെൻഡക്കിൾ വന്നു, ഫോർ ഓഫ് കപ്പ് വന്നു, ഇനി ഒരു ഫോറും കൂടി ഉണ്ട്. അതിനാണ് ഞാൻ എടുത്തു കാണിച്ചത്. ആ ഫോറാണ് ഫോർ ഓഫ് സൂട്ട്സ്. ഇത് മാനസിക സമ്മർദ്ദത്തിനെയാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളാണ് അനുഭവിക്കുന്നത് കേട്ടോ. അവരുടെ ഈ അമിതമായ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, ഇതിൽ മുന്നോട്ട് പോകണോ അതോ ഞാൻ എൻഡ് ആക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് ഇവിടെ കാണുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അധികമായാൽ അമൃതം വിഷം എന്നുള്ള ഒരു മനസ്സിലേക്ക് നിങ്ങളെത്തി. അതാണ് ഫോർ ഓഫ് കപ്പ് പറയുന്നത്. അവരിൽ നിന്ന് മാറിപ്പോവാനും കഴിയുന്നില്ല, അവരെ സഹിക്കാനും കഴിയുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. അതുപോലുള്ള ഒരു അവസ്ഥയാണ് ഫോർ ഓഫ് കപ്പ് കാണിക്കുന്നത്. മറിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു, അല്ലെങ്കിൽ അസൂയ കലർന്ന പ്രണയം തന്നെയാണ് ഫോർ ഓഫ് കപ്പും പറയുന്നത്. ഇനി അവരുടെ വീട്ടുകാരോ നിങ്ങളുടെ വീട്ടുകാരോ ഇതിന് കർശനമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളാണ് ഇവിടെ വില്ലത്തികളായി വന്നിരിക്കുന്നത്. അമ്മയാവാം, സഹോദരിയാവാം, ഇല്ലെങ്കിൽ അവർക്കൊരു പങ്കാളി ഉണ്ടെങ്കിൽ അതൊരമ്മയായിരിക്കാം. ഇവിടെ വിവാഹേതര ബന്ധങ്ങളാണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനൊരു മടിയില്ല. അങ്ങനത്തെ ബന്ധമാണെങ്കിൽ നിങ്ങളോ അവരോ ഒക്കെ കുടുംബമുള്ള ആൾക്കാരായിരിക്കാം, കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. കുട്ടികളുടെ അമ്മയാണ് ഇവിടെ വില്ലത്തിയായി കാണിച്ചിരിക്കുന്നത്. ഫോർ എന്ന നമ്പർ 3 തവണയാണ് വന്നിരിക്കുന്നത്. 4-ാം ഇടം ഞാൻ പറഞ്ഞില്ലേ. ഫോർ എന്ന് പറഞ്ഞാൽ അമ്മ വീട്, അമ്മ ഭാവം. ഇനി മറ്റൊന്ന് പറയുന്ന അമ്മ ആശുപത്രിയിലായിരിക്കുമ്പോൾ ഫോർ എന്ന നമ്പർ ഒരുപാട് തവണ വരും. അമ്മയ്ക്ക് രോഗം, അതാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണോ അതുപോലെ എടുക്കുക കേട്ടോ. അമ്മ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ അമ്മ വില്ലത്തിയല്ല, പാവം, അവർ അസുഖമായിട്ട് കിടക്കുകയാണ്. അപ്പം ഇവിടെ അമ്മ വില്ലത്തിയാണോ അതോ അമ്മ തന്നെയാണോ അവരുടെ പങ്കാളി, കുട്ടികളുടെ അമ്മ? ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ ലേഡിയാണോ, അവരൊരു അമ്മയാണോ, ഇപ്പുറത്തിരിക്കുന്ന നിങ്ങൾ ഒരമ്മയാണോ? ഇതൊക്കെ നിങ്ങളുടെ സാഹചര്യം പോലെ എടുക്കുക. എന്നാൽ ഇത്തരം ആൾക്കാർ പ്രണയിക്കേണ്ടാന്നോ അതിന് വിലക്കിടാനൊന്നും എനിക്ക് കഴിവില്ല. അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. പക്ഷേ ഈ മന്ത്രം ഉപയോഗിക്കരുത്, അത് കേൾക്കാനും കൂടി പാടില്ല എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കാരണം കുടുംബമുള്ള ആളുകൾക്ക് വേണ്ടി കേട്ടിട്ട് ഈ പവിത്രമായ കാര്യം നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത്രേ പറയാനുള്ളൂ കേട്ടോ. ഇത് അവിവാഹിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കാം. ഭർത്താവ് സ്നേഹമില്ലാത്തവനാണെങ്കിൽ ഭാര്യയ്ക്ക് കേൾക്കാം, ഭാര്യ സ്നേഹമില്ലാത്ത ആളാണെങ്കിൽ ഭർത്താവിന് കേൾക്കാം. അത്രേ പാടൂ. വിവാഹേതര ബന്ധങ്ങൾക്ക് വേണ്ടി ഇത് കേൾക്കാതിരിക്കുക. ഇനി മറ്റൊരാൾ പൂജ ചെയ്തു തരാം എന്ന് പറഞ്ഞാലും നിങ്ങളതിന് പോവാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് വിപരീതമായ ഫലങ്ങളാണ് ഉണ്ടാവുക. അറിയുന്നത് കൊണ്ടാണ് അത് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് സ്നേഹിക്കാം, ഈ റീഡിങ് കേൾക്കാം, അതൊക്കെ നിങ്ങൾക്കാവാം. നിങ്ങളുടെ മെസ്സേജ് ആണോ എന്ന് നോക്കാം, പ്രൈവറ്റ് റീഡിങ് എടുക്കാം. പക്ഷെ മന്ത്രങ്ങൾ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇനി പറഞ്ഞു വന്നത് 4 എന്ന നമ്പറാണ് ഇവിടെ വില്ലനായി നിൽക്കുന്നത്. അവർ കുടുംബിനിയാണോ അതോ ഇപ്പുറത്തിരിക്കുന്നതാണോ കുടുംബിനി? നിങ്ങളുടെ പങ്കാളിക്ക് എന്തായാലും നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം കൂടിയിട്ടാണ് നിങ്ങളിതിന്ന് പുറത്തോട്ട് പോകണോ അതോ ഇതിൽ തന്നെ തുടരണോ എന്ന് ചിന്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദമാണ്. പലപ്പോഴും നിങ്ങൾക്കിതൊരു തലവേദനയാണ്. നിങ്ങൾക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്നു, നിങ്ങൾ ദുസ്വപ്നങ്ങൾ കാണുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ടോക്സിക് ലവ് ആണ് എന്നാണ്. അതുപോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് 4 ഓഫ് പെൻറ്റക്കിളും 4 ഓഫ് സൂട്ട്സും വരുന്നത്. ഇനി 4 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളിങ്ങനെ കൺഫ്യൂഷനിലാണ് എന്നാണ്. എന്നാൽ ഇതിന്ന് പുറത്തു കിടക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ല. അതാണ് ഇവിടെ വിചിത്രമായ കാര്യം. അപ്പോൾ വിഷലിപ്തമായ ബന്ധമാണെന്ന് പറയുന്ന മറ്റൊരു കാർഡാണ് സ്റ്റാർ. നിങ്ങൾ അവരുടെ ഒരു സ്റ്റാറാണ് എന്നല്ല ഇവിടുത്തെ അർത്ഥം. ഈ ബന്ധത്തിൽ കുറച്ച് ടോക്സിക് ആയ കാര്യങ്ങളുണ്ട് എന്നാണ്. ഇരുവഴി പിരിയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിരിഞ്ഞവരായിരിക്കാം, ഇപ്പോൾ ഒന്ന് ബ്രേക്കപ്പായിട്ട് മാറി നിൽക്കുന്നവരായിരിക്കാം. അങ്ങനെയാണെങ്കിലും അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അമ്മമാരൊക്കെ കാരണം വിവാഹം വേണ്ട, സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാടൊക്കെ സ്ത്രീധനമൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിവില്ലാത്ത അവിവാഹിതരാണെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുകയാണ്. ഇനി കുടുംബം തന്നെ പ്രശ്നമാണെങ്കിൽ മാറി നിൽക്കുകയാണ്. ഈ വ്യക്തി തന്നെ പ്രശ്നമാണെങ്കിൽ മാറി നിൽക്കുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഒന്നകന്നു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മാനസിക വ്യഥകളാണ് ഇവിടെ 7 വാണ്ടായിട്ട് 2 കാർഡിൽ വന്നിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ടോക്സിക് ലവ് ആണെന്ന് സ്റ്റാർ പറഞ്ഞു. 7 വാണ്ട് പറയുന്നത് പങ്കാളി വെല്ലുവിളിയായി മാറുകയാണ് പലപ്പോഴും എന്നാണ്. ഞാൻ പറഞ്ഞു ഇരുവഴി പിരിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് സ്റ്റാർ പറയുന്നത്. ടോക്സിക് ലവ് ആണ് എന്നുകൂടി പറയുന്നുണ്ട്. നിങ്ങളവരുടെ സ്റ്റാറാണെന്നല്ല അതിൻ്റെ അർത്ഥം. 7 വാണ്ട് എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയായി മാറി. 2 കാർഡാണ് 7 വാണ്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് അവരാണ് ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നത്. കാരണം അവരാണ് നിങ്ങളെ ഭയങ്കരമായി കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളെ സംശയിക്കുന്ന, നിങ്ങളെ കുറ്റപ്പെടുത്തി നിങ്ങളെ വേദനിപ്പിച്ച് പെരുമാറുന്ന ഒരു തരം സ്വഭാവമാണ്. അതുകൊണ്ടാണ് സ്റ്റാർ വന്നിരിക്കുന്നത്. ബ്രേക്കപ്പ് ആയി എന്നാണ് പറയുന്നത്. എങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു എന്നാണ് 4 ഓഫ് കപ്പ് പറയുന്നത്. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് 4 ഓഫ് സൂട്ട്സ് പറയുന്നത്. ഇനി 4 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് അവരുടെ സ്വഭാവത്തിനെ കുറിച്ചാണ്. ഇനി ഇത് നേരെ തിരിച്ചുമാവാട്ടോ. നിങ്ങൾ അമിതമായി കൺട്രോൾ ചെയ്തിട്ട് ആ വ്യക്തി മാറിപ്പോയതും ആവാം. 7 വാണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ മത്സരിക്കുമ്പോൾ 7 വാണ്ട് വരും. പങ്കാളിക്ക് ദേഷ്യമുള്ളപ്പോൾ 7 വാണ്ട് വരും. നിങ്ങൾക്ക് വെല്ലുവിളികൾ ധാരാളം ഉള്ളപ്പോൾ 7 വാണ്ട് വരും. പ്രശ്നങ്ങൾ ധാരാളം ഉള്ളപ്പോൾ. ഇനി പങ്കാളി തന്നെ ഒരു ശത്രുവിനെ പോലെ പെരുമാറുമ്പോഴും 7 വാണ്ട് വരും. 7 വാണ്ട് 2 തവണയാണ് വന്നിരിക്കുന്നത്. 2 ജാതിയാവാം, 2 മതമാവാം, സാമ്പത്തികം 2 തട്ടിലാവാം. ഇനി പല കാര്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഇവിടെ ക്രോണിസ് ആണ് നിൽക്കുന്നത്. പഴയ പേരുകളൊക്കെ വീണ്ടും എടുത്തിട്ടാണ്. പെസഡോണും ക്രോണിസും കൂടി നിന്ന് കഴിഞ്ഞാൽ കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രിയാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രണയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പേരും ഒന്നിനൊന്ന് ക്രൂരത ഉള്ള ആൾക്കാരാണ്, നല്ല ആൾക്കാരല്ല. ഒരാളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ എത്രമാത്രം വിഷമിപ്പിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന 2 പേരാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർ അവരോ അവരുടെ സ്റ്റാർ നിങ്ങളോ ആണ് എന്നല്ല എനിക്കിവിടെ പറയാൻ പറ്റുന്ന മെസ്സേജുകൾ. സത്യസന്ധമായ മെസ്സേജുകൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പിലാണ്. 2 പേരും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെയാണ് മാറി നിൽക്കുന്നത്. ഒരാൾ അമിതമായി സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ കാരണം പറഞ്ഞിരിക്കുന്നത്. അതൊരു കുറ്റം തന്നെയാണ്. ഒരു സ്പേസ് തരുന്നില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നത് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇതൊന്ന് പുറത്തു കിടക്കാനും പറ്റുന്നില്ല, ഇതിൽ തുടരാനും പറ്റുന്നില്ല. അപ്പോൾ ആ വ്യക്തി സ്നേഹം കൊണ്ട് കൊല്ലുന്ന ഒരാളാണ് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഇതെല്ലാവരുടെ കാര്യമായിരിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഇത്തിരി ക്ഷമ കൂടുതലുണ്ട്. അതാണ് നൈറ്റ് പെൻറ്റക്കിൾ പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇവരിൽ നിന്ന് മാറിപ്പോവാനല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അവരുടെ ആ മനോഭാവമൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നൈറ്റ് പെൻറ്റക്കിൾ വരുന്നത്.
അത് നിങ്ങൾക്കാണ് കേട്ടോ. അപ്പുറത്തിരിക്കുന്ന ആള് 4 ഓഫ് പെൻഡക്കിളാണ്. നിങ്ങളെ എല്ലാ വിധത്തിലും കൺട്രോൾ ചെയ്യുന്ന, നിങ്ങൾ മാറി നിന്ന ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത്. നിങ്ങൾ മാറി നിന്നാൽ അവർക്ക് സഹിക്കില്ല, അത് വേറെ കാര്യം. ജീവനിലേക്കാണല്ലോ ഈ പ്രണയം ചേർത്ത് വെച്ചിരിക്കുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷെ സ്വഭാവത്തിൽ കുറച്ച് വൈകല്യങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്, അതാണ് കാണുന്നത്. പ്രണയത്തിൽ എല്ലാവർക്കും ഭ്രാന്ത് തന്നെയാണ്. എല്ലാവരും ഈ ഭ്രാന്ത് കാരണമാണ് പ്രണയത്തിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. ഇത് സ്വാഭാവികമായൊരു ഫീലിംഗ് ആണെന്ന് വിചാരിച്ച് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അതിങ്ങനെ മഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ മഥനം, പാരാഴി മഥനം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്തുമാവാം. കാളകൂട വിഷം വരാം, അല്ലെങ്കിൽ അമൃതം വരാം. ചില ബന്ധങ്ങളിൽ കാളകൂട വിഷം വരും, ചില ബന്ധങ്ങളിൽ അമൃത് കിട്ടും. അത് നമ്മുടെ തലയിലെഴുത്ത് പോലെയാണ്. ഇവിടെ കുറച്ച് ടോക്സിക്കായ ലവാണ് കാണുന്നത്. വിഷലിപ്തമായ ബന്ധമാണ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാടൊക്കെ സഹിക്കേണ്ടി വരും എന്ന് പറയുന്നത്. എന്നാൽ ആ വ്യക്തിക്ക് സ്നേഹമില്ല എന്ന് പറയുന്നില്ല, തേർഡ് പാർട്ടി ഉണ്ട് എന്നും പറയുന്നില്ല. ആ വ്യക്തിക്ക് സ്നേഹം കൂടുതലാണ്. അത് പലപ്പോഴും നിങ്ങൾക്ക് കല്ലുകടിയായി അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത്. എന്നാൽ ഇവരുടെ ഈ മുൻകോപമായാലും നിങ്ങളെ നിയന്ത്രിക്കുന്ന സ്വഭാവമായാലും മാറിയിട്ട് നിങ്ങളിലേക്ക് വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കാർഡുകളാണ് ഈ കാണുന്ന കാർഡുകൾ. നിങ്ങൾ ആ വ്യക്തിയെ മാത്രം ഓർത്തിരിക്കുന്നു എന്ന് 4 ഓഫ് കപ്പും 6 കപ്പും പറഞ്ഞു. ഹെർമിറ്റാണ്, വേർപാടിൻ്റെ ഹൃദയവേദനയാണ്. എന്നാൽ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി അവരെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞിരുന്നത്. എന്നാൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബായ് പറഞ്ഞ് പോകുന്നുണ്ട്. അവരെ ഒരുപാട് വെയിറ്റ് ചെയ്യുമ്പോഴാണ് വീണ്ടും വരുന്നത്. അപ്പോഴൊക്കെ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു കളയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ടോക്സിക്കായ ബന്ധത്തിന് വേണ്ടിയാണ് ഇന്നിവിടെ കാർഡുകൾ വന്നിരിക്കുന്നത്. സ്നേഹം കൂടുതലാണ് ഇവിടെ പ്രശ്നം. കുടുംബം ഒരു പ്രശ്നമായിട്ടുണ്ട്. അമ്മ എന്ന വാക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. 4-ാം ഇടം, അമ്മ വീട്, അമ്മ ഭാവം. അപ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ അമ്മയാണോ, അപ്പുറത്തിരിക്കുന്നത് അമ്മയാണോ, അതോ നിങ്ങളുടെ അമ്മമാരാണോ, അങ്ങനെ എന്താണോ പ്രശ്നം അതുപോലെയൊക്കെ എടുക്കുക. റീഡിങ് കിട്ടുമ്പോൾ സിംഗിൾസിന് മാത്രം വേണ്ടി പറയാൻ പറ്റില്ല. റീഡിങ് എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്, വിവാഹേതര ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. പക്ഷേ മന്ത്രങ്ങളുടെ കാര്യം മാത്രമേ ഞാൻ ഇത്തിരി ശഠിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കുടുംബമുള്ളവരാവാം, സിംഗിൾസ് ആവാം, അമ്മമാർ വിലക്കുന്ന ബന്ധങ്ങളാവാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. കുറച്ച് ദേഷ്യത്തിൽ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ അവരുടെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഈ ദേഷ്യത്തിന് കാരണം. എന്നാൽ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്കപ്പ് ആയ പോലെയാണ് കാണുന്നത്. വേർപാടിൻ്റെ ഹൃദയവേദനയാണ് ഹെർമിറ്റ് തന്നത്. നിങ്ങൾ ഓർമ്മകളിലാണ് ഇരിക്കുന്നതെന്ന് 2 കാർഡാണ് പറയുന്നത്, മിസ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ഇവിടെ ഒരു ടോക്സിക് ലവ് തന്നെയാണ് പറയുന്നത്. അമിതമായി കൺട്രോൾ ഇഷ്യൂ ഉള്ള ആളാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു കളയുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്കുണ്ട്. ഇനി നമുക്ക് അടുത്ത മെസ്സേജുകൾ എടുക്കാം, എന്നിട്ട് ബാക്കി പറയാം. എന്തൊക്കെയാണ് നോക്കാം. സെപ്പറേഷനാണ്, ഞാൻ പറഞ്ഞില്ലേ ബ്രേക്കപ്പ് ആയിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന്. അത് തന്നെയാണ് മെസ്സേജുകൾ പറയുന്നത്. ആ എനർജി വന്നതുകൊണ്ടാണ് അത് പറയാൻ കാരണം. ടോക്സിക് ലവ് ആണെന്ന്. ഹോപ്പ്, ഇത് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. മെസ്സേജ് വരും എന്ന് പറയുന്നുണ്ട്. 7 വാണ്ട് തരുന്ന അതേ അർത്ഥമാണ് സെപ്പറേഷൻ എന്ന കാർഡും പറയുന്നത്. വെല്ലുവിളിയായി മാറിയിരിക്കുക, മാറിപ്പോയിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടേത് സങ്കടകരമായ ഒരു ലവാണ് എന്ന് പറയാൻ കാരണം. ഞാൻ പറഞ്ഞില്ലേ, ക്രോണിസ് നിൽക്കുന്നുണ്ട്, പെസഡോൺ നിൽക്കുന്നുണ്ട്, കരയിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന 2 കാർഡുകളാണ് ഹോപ്പ് എന്ന കാർഡും നൈറ്റ് പെൻഡക്കിൾ എന്ന കാർഡും. മെസ്സേജ് വരും എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് 6 കപ്പും മെസ്സേജ് എന്ന കാർഡും കൂടി പറഞ്ഞത്. അപ്പോൾ ഒന്നിനോടനുബന്ധമായിട്ട് വരുന്ന കാർഡുകൾ കണ്ടോ. ഇന്ന് ടോക്സിക് ആണ്, ഇന്ന് ആദ്യം തന്നെ എനർജി കിട്ടി. അത് തന്നെയാണ് സീതയും രാമനും പിരിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രാമന് മറ്റ് പെണ്ണുങ്ങളോടൊന്നും താല്പര്യമില്ല, പക്ഷേ കാര്യകാരണങ്ങൾ കൊണ്ട് 2 പേരും വേർപിരിഞ്ഞു. അതുപോലെ തന്നെയാണ് നിങ്ങളോട് ഭയങ്കര പ്രണയമാണ്, പക്ഷേ ടോക്സിക്കായ ലവാണ്, ഭയങ്കര കൺട്രോൾ ഇഷ്യൂ ആണ്. അവരെ താങ്ങാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിയുന്നില്ല, അവരുടെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അതാണ് വന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത് എന്ന് പറയുന്നുണ്ട്. മെസ്സേജ് വരും എന്ന് പറയുന്നുണ്ട്. എല്ലാം ശരിയാവും എന്ന് പറയുന്നുണ്ട്. നിങ്ങളും പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം സ്നേഹിക്കുന്ന വ്യക്തിയാണ്, സ്നേഹം അമിതമാണല്ലോ. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ നോക്കാം. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ?
ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന കുടൽ രോഗങ്ങൾ വന്നിട്ടുണ്ട്. ദഹന സംബന്ധമായ അസുഖങ്ങളെയാണ് നമ്മുടെ കന്നി രാശി കാണിക്കുന്നത്. അപ്പോൾ അതുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചുമ, വരണ്ട ചുമ, ബോഡി പെയിൻ, പനി, മാനസിക സമ്മർദ്ദങ്ങൾ പറയുന്നുണ്ട്. പക്ഷാഘാതം പറയുന്നുണ്ട് കേട്ടോ. ഇനി പോസിറ്റീവായൊരു മെസ്സേജ് പ്രഗ്നൻസി പീരീഡാണ്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഗർഭിണികളായിരിക്കാം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, എന്നിട്ട് നിർത്താം. കരൾ രോഗം, അമിത മദ്യപാനം പറയുന്നുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ജോലി വന്നിരിക്കുന്ന നൈറ്റ് ഷിഫ്റ്റിലെ ജോലികൾ, എഴുത്തുകാർ, വാട്ടർ അതോറിറ്റി, ബാങ്ക്, ജ്വല്ലറി വർക്ക് അതൊക്കെ പറയുന്നുണ്ട്. ഹോട്ടൽ പറയുന്നുണ്ട് കേട്ടോ. വ്യാപാരങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇനി പൊതുവായ കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങൾക്ക് കുറച്ച് ധനം കയ്യിൽ വന്ന് ചേരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. തരില്ല എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുള്ള കടമൊക്കെ തരും. അപ്പോൾ കടം കൊടുത്തു കഴിയുമ്പോഴാണ് അറിയുക അവർ തരാത്ത ആൾക്കാരാണെന്ന്. എന്നാൽ ഇത് പേടിക്കേണ്ട, കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അവിചാരിത യാത്രകൾ പറയുന്നുണ്ട്, വിരഹം പറയുന്നുണ്ട്. ഇനി യാത്രകൾ പറയുന്നുണ്ട്, തനിച്ചുള്ള യാത്രകളാണ്. അവിചാരിത യാത്രയുടെ കൂടെ ഉള്ളതല്ല, ഇത് തനിച്ചുള്ള യാത്രകൾ, വിരഹവേദനയുമായി യാത്രകളാണ്. അപ്പോൾ പങ്കാളികൾ വേർപിരിഞ്ഞവരൊക്കെ യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ തന്നെ ആൻസറും പറഞ്ഞുതരും. ഡിസെപ്ഷൻ എന്നാണ് ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത്. ലവ് യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. പാഷൻ. അപ്പോൾ ചില ആളുകൾ വഞ്ചിക്കുന്നുണ്ട് കേട്ടോ. അഭിനിവേശമുള്ളവരുണ്ട്, സോൾമേറ്റ് ഉണ്ട്. എന്നാൽ 4 ഓഫ് പെൻഡക്കിൾ പോലെ പാഷൻ ഉള്ളവരുണ്ട്, അഭിനിവേശം എന്ന് വേണമെങ്കിൽ പറയാം. അത് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. എവിടേക്ക് തിരിഞ്ഞാലും പേടി, നിങ്ങളെ നഷ്ടമാവുമോ, നിങ്ങളോട് അത്രയ്ക്കും കൊല്ലുന്ന പ്രേമാണ്. അത് തന്നെയാണ് പാഷൻ എന്ന കാർഡും പറയുന്നത്, 4 ഓഫ് പെൻഡക്കിൾ എന്ന കാർഡും പറയുന്നത്. എന്നാൽ അമിതമായി അമൃതം വിഷമായി മാറി. ഇപ്പം രണ്ടുപേര് പിരിഞ്ഞിരിക്കുകയാണ് ഈ സ്നേഹം കൂടുതൽ കൊണ്ട്. നിങ്ങൾക്ക് കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, ഉറക്കവും നഷ്ടമായി. ഇതാണ് ഈ ടോക്സിക് ലവിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. എല്ലാറ്റിനും ഒരു പരിധി വേണം. ആ പരിധി വിട്ടാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവർക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അതാണ് ഇന്ന് പറയാനുള്ളത്. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കൂ കേട്ടോ. ഫൊർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട്. അവരുടെ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ അങ്ങ് ക്ഷമിച്ചു കൊടുക്കൂ കേട്ടോ. അപ്പോൾ എല്ലാം ശരിയാവും. സുഹൃത്ത് മാത്രമാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സുഹൃത്ത് പ്രണയിക്കാൻ തുടങ്ങിയതും ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടെന്നുള്ളത് സുഹൃത്തുമാവാം. കമ്മിറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു വശം പറയുകയാണെങ്കിൽ അവർ ഭയങ്കരമായി കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ അയാൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. ഷീ ഓർ ഹി ആരുമാവാം. അതൊക്കെ പ്രണയമാണെന്നോ മറ്റൊരു ബന്ധമാണെന്നോ പേടിക്കുക, സംശയിക്കുക, ചോദ്യം ചെയ്യുക, അതൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിനാണ് ഇവിടെ ഇങ്ങനെ തന്നിരിക്കുന്നത് 3 കാർഡുകൾ. അപ്പം നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക.